നമസ്കാരം. നമ്മളിപ്പോൾ ഇരിക്കുന്നത് തിരുച്ചിറപ്പള്ളി മുനിസിപ്പൽ മാർക്കറ്റിൻ്റെ ഭാഗത്താട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് റോക്ക് ഫോർട്ടിൻ്റെ ഭാഗത്തേക്ക് പോകാം. ഇതുവരെ ഡിസൈൻ ചോദിച്ച കലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. രസമുള്ളതാണ്, കാണാൻ രസമുണ്ട് കേട്ടോ. പൂജയൊക്കെയാണ്, വെള്ളം പിടിച്ച് വെക്കാനുള്ള ഇതുണ്ടല്ലേ. സെൻട്രൽ ബസ് സ്റ്റാൻഡൊക്കെ ആ ഒരു ഇടത് സൈഡിൻ്റെ ഭാഗം. പിന്നെ റോക്ക് ഫോർട്ട് നേരെയാണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. റോക്ക് ഫോർട്ടാണ് ആ ദിശയിലേക്കാണ് തോന്നുന്നത്. നമുക്കെന്നാ ആ ദിശയിലേക്ക് പോയേക്കാം. നമ്മൾ പോകുന്നത് റോക്ക് ഫോർട്ടിൻ്റെ ആ ഒരു ഇതിലേക്കാണ് പോകുന്നത്. കണ്ടല്ലേ, റോക്ക് ഫോർട്ട്. ഈ വഴിക്ക് നടക്കാൻ പോലും സ്ഥലമില്ല കേട്ടോ, അതുപോലെ ട്രാഫിക്കാണ്, ഫുൾ ട്രാഫിക്കാണ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ഒരു ഗ്രീൻ ആർച്ച്, അതുവഴി ബിഗ് ബാസറിൻ്റെ വഴി നേരെ പോകാനാണ് മാപ്പിനകത്ത് കാണിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോഴേ, പച്ചക്കറി കടയിൽ ചേട്ടനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു തന്നു നേരെ വിട്ടോളാണ് ഞാൻ പറഞ്ഞത്. ആരോമാർക്കൊക്കെ അങ്ങോട്ട് വെച്ചിരിക്കുകയെന്ന് ഒരു പിടിയില്ല. വേറൊരു സ്ഥലത്തൊക്കെ ടൈൻ ബോർഡൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോഴേ ആ കാണുന്ന റോക്കിലേക്ക് പോകാൻ ഞാൻ ഓട്ടോക്കാരനോട് ചോദിച്ചു, 80 രൂപ. 2 കിലോമീറ്റർ പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഫുൾ മാർക്കറ്റിൻ്റെ ഭാഗം കേട്ടോ. ഓരോരോ ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പുകളാണ്. പാത്രക്കടയാണ് കൂടുതൽ ഈ ബിഗ് ബാസാറിൻ്റെ ഈ ഭാഗത്ത് കേട്ടോ. പിന്നെ എല്ലാം ഉണ്ട്, മിക്കവാറും എല്ലാ ഷോപ്പും എടുത്തേ ഉണ്ട്. നടക്കാൻ സ്ഥലമില്ലാത്ത രീതിയിൽ ട്രാഫിക് കേട്ടോ. ഇതുപോലെ വണ്ടികളാണ്. ലോറിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ പോകാൻ പറ്റുമോ നോക്കട്ടെ. ഈ ഭാഗത്ത് മുഴുവനെ ക്ലോത്തിങ് ഐറ്റംസ് ആട്ടോ, ഡ്രസ്സുകളുടെ ഷോപ്പുകളാണ് ഫുള്ള്. ഇങ്ങോട്ടും അല്ലാതെ സാരികളൊക്കെ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കണം. ഇതുണ്ടോ, വേറൊരു വണ്ടിയുണ്ടോ, ബൈക്കിൻ്റെ സ്പ്രിങ്ങൊക്കെ പിടിപ്പിച്ചിരിക്കുകയാണ്. നമ്മളവിടുത്തെ പിടിവണ്ടിയുടെ ഇല്ലേ, അതിൻ്റെ മോഡേൺ രൂപ മോട്ടർ വെച്ചിട്ടുണ്ട്. മോട്ടറുണ്ട്. ഞാൻ നടന്നത് കോവിലിൻ്റെ ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അതല്ലെങ്കിൽ വള ഇതുപോലത്തെ ഐറ്റംസൊക്കെ ഇങ്ങനെ കടകളുണ്ട് ധാരാളം. മാലയൊക്കെ വയ്ക്കുന്നുണ്ട്. റോൾഡ് ഗോൾഡിൻ്റെ ഐറ്റംസ് ഇല്ലേ, അതെല്ലാം ഉണ്ട്. ഇതുപോലത്തെ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ധാരാളം ഈ സൈഡിൽ. ബുക്സ്, കോളേജ് ബുക്സിൻ്റെയൊക്കെ ഷോപ്പ്. ഡ്രസ്സുകളാണ് കൂടുതൽ കേട്ടോ. സാഹിത്യ ഇലാസ്റ്റിക് 1 ടോപ്പ് 150 ആണ്. ഒരു ടോപ്പിന് 150, 3 ടോപ്പിന് 500 രൂപ.
ഇവിടുന്ന് നല്ല ക്ലിയർ ആയിട്ട് കാണാം. റോക്ക് ടൗൺ ഹാൾ എടുത്തേക്കൊന്ന് ബോർഡ് വെച്ചിരിക്കുകയാണ്. ചെരുപ്പുകളുടെ ഷോപ്പൊക്കെ അത്. ഇതെല്ലാം വളയുടെ കടയാട്ടോ, കുപ്പികളെ ഫുള്ള്. ഷാർലുക്ക്, ന്യൂ ലുക്ക്, ഫാഷൻ ക്ലോത്ത്സിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട്. 300 രൂപയാണ് ഒരു ടോപ്പിന്. 300. പുറത്ത് 150 വരെ എഴുതിയിരുന്നത്. പല കടകളിലും പല വിലയായിരിക്കും. ചോദിച്ചു പിന്നെ ബാർഗൻ ചെയ്തൊക്കെ മേടിക്കണം. ബാർഗൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കൂട്ടിയിട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. ചെരുപ്പുകൾ വയ്ക്കുന്ന കട. 3 ടോപ്പിന് 500 രൂപ, 499 രൂപ. പിന്നെ പല പല ഓഫറുകൾ വെച്ചിട്ടുണ്ട് ഇവിടെ കേട്ടോ. ഉണ്ടോ 3 ടോപ്പെന്നായിരിക്കും എഴുതിയിരിക്കുന്നത് അല്ലേ. 499 ഉണ്ട്. 3 ടോപ്പ് 499 ഉള്ളൂ. ശരിക്കും പറഞ്ഞാലേ ഈ ഉച്ച സമയത്തല്ല ഈ കോവിലിലേക്ക് വരേണ്ടത്, വൈകുന്നേരം വരണം. ഉച്ച സമയത്ത് വന്നു കഴിഞ്ഞാലേ ചൂടായിരിക്കും, ഭയങ്കര ചൂടായിരിക്കും, പാറയല്ലേ. പക്ഷേ നിവർത്തിയില്ല. വൈകുന്നേരം ട്രെയിനുണ്ട്, അപ്പോൾ ഭയങ്കര പൊടിയാണ് കേട്ടോ. അതേ മാസ്കൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നു. ആ മാർക്കറ്റ് വഴി വന്നപ്പോഴേ ഭയങ്കര പൊടിയായിരുന്നു. ബാറ്റയുടെ ഷോറൂം കൂടി ഉണ്ട് കേട്ടോ. ഇത് തന്നെ വെട്ടിവേൽ എന്തൊക്കെ ഇത് യൂസ് പണ്ണത്? സാമിക്ക് മാല. ആ സാമിക്ക് ക്ഷേത്രത്തിലേക്കുള്ള മാലയാണ് കേട്ടോ. അതെന്താ താനെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. വെട്ടിവേല് എന്തോ ഇവിടെ കണ്ടോ. ഇവിടെ നിന്നാണ് അതൊരു ക്ഷേത്രം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഫുള്ള് അയ്യോ ഇത് കണ്ടില്ല. തമിഴ്നാട്ടിലെല്ലാ ടെമ്പിളിൻ്റെ മുകളിൽ ഇങ്ങനത്തെ ഗോപുരങ്ങൾ കാണുമല്ലോ. ഭയങ്കര വർക്കാണ്. എല്ലാം കളർ അടിച്ച് വെച്ചിട്ടുണ്ട്. ഉച്ചയിപ്പിള്ളൈ കോവിലാണ് മാപ്പിലൊക്കെ കാണിക്കുന്നത്.